അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാളത്തെ 1-ാം ക്ലാസ്സിൻ്റെ തഫ്ഹീമു തിലാവയുടെ എഴുത്ത് വായന ഇതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കുട്ടികളെ, നമുക്ക് തഫ്ഹീമു തിലാവയിൽ വരുന്ന ഒരു രൂപം ഇവിടെ പറയാം. പദങ്ങൾ വായിച്ച് തൊട്ട് കാണിക്കാം. ഇവിടെ ഫനസുൻ, ഹാത്തിഫുൻ, സൗറുൻ, സറാഫത്തുൻ, ഷലീഖുൻ 3, 2, 5 പദങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ പദങ്ങൾ ആദ്യം വായിക്കാം. ഫനസുൻ എന്നിട്ട് ചിത്രത്തിൽ ഫനസ് എവിടെയാണ് എന്ന് തൊട്ട് കാണിക്കാം. പിന്നെ ഹാത്തിഫ് ഫോണ്, ഫനസ് പറഞ്ഞ ചക്ക. ഹാത്തിഫ് ഫോൺ എവിടെയാണ് എന്ന് തൊട്ട് കാണിക്കാം. എന്നിട്ട് സൗറുൻ കാള. അപ്പോൾ സൗറുൻ എന്ന് വായിച്ചിട്ട് കാളയുടെ ചിത്രത്തിൽ തൊടുക. അത് കഴിഞ്ഞ് സറാഫത്തുൻ ജിറാഫ്. അപ്പോൾ സറാഫത്തുൻ എന്ന് വായിക്കുക, എന്നിട്ട് ജിറാഫുമ തൊട്ട് കാണിക്കാം. ഷലീഖുൻ എന്ന് വായിച്ച് ഷലീഖുമൽ തൊട്ട് കാണിക്കാം. ഇതാണ്. ഇങ്ങനെ ഒരു ചോദ്യം സാധ്യതയുണ്ട്. രണ്ടാമത്തത്, പുസ്തകത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ചിത്രത്തിലൊക്കെ പദങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുസ്തകത്തിലുള്ള വാക്ക് വായിക്കണം നമ്മൾ. ഒന്നാമത്തെ പുസ്തകത്തിലുണ്ട് സ്വദറുൻ, രണ്ടാമത്തേൽ മരീളൻ, മൂന്നാമത്തേൽ ഷഹബാനു, നാലാമത്തേൽ ഗൈബത്വത്തുൻ. അങ്ങനെ ഒന്നുണ്ടാവും. ഇങ്ങനെ പുസ്തകങ്ങളിലോ വാഹനങ്ങളിലോ പൂക്കളിലോ എഴുതിയിട്ട് അത് വായിക്കാൻ വേണ്ടി ഉണ്ടാവും സാധ്യത. മൂന്നാമത്തത് യോജിച്ച അക്ഷരങ്ങൾ ചേർത്ത് വായിക്കുക. ഇങ്ങനെ വിട്ടുപോയ അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ പറയും. വിട്ട അക്ഷരങ്ങൾ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ വിട്ട അക്ഷരങ്ങൾ ഇതാ ഷലീഖ് എന്ന ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ലു, ഐ, ഖി, ഖി, ദി. ഇനി നമ്മളിത് വായിക്കണം. ഒന്നാമത്തെ അക്ഷരത്തിൽ കൂട്ടി വായിക്കണം. യോജിച്ച അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാം. ഐനബുൻ, നബുൻ ഉണ്ട്. അപ്പോൾ അപ്പുറത്ത് അഴി എടുത്തിട്ട് ഇവിടെ വെച്ചോളൂ, ഐനബുൻ. രണ്ടാമത്തിൽ ഹിറുൻ എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെടുക്കാം? ലുഹിറുൻ. മൂന്നാമതിൽ കിറുൻ എന്നുണ്ട്, കിറുൻ അല്ലേ? അപ്പോൾ ദിഖിറുൻ. നാലാമത്തിൽ ഫിലുൻ എന്നുണ്ട്. വിട്ട ഭാഗത്തുള്ള അക്ഷരം ഏതാണ്? ഏതായിരിക്കും? നോക്കൂ, തിഫിലുൻ. തീ എടുത്ത് ഉടച്ചു കൊടുക്കുക. അപ്പോൾ തിഫിലുൻ. അഞ്ചാമത്തിൽ റിദ്ദുൻ എന്നുണ്ട്, റിദ്ദുൻ. അവിടെ ഒരു കൈ വെച്ച് കൊടുക്കുക. അപ്പോൾ കിറുദ്ദുൻ. കണ്ടില്ലേ? ഇതുപോലെ വിട്ടുപോയ അക്ഷരങ്ങൾ അവിടെ തന്നെ കൊടുത്തിരിക്കുക, എടുത്ത് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ബലൂണിലുള്ള അക്ഷരങ്ങൾ വായിക്കാം. ഈ അക്ഷരങ്ങൾ ഓരോന്നും വായിക്കണം. ആദ്യ ബലൂണിലുള്ളത് ഹാ എന്നാണ്. രണ്ടാമത്തേൽ ലാ എന്നാണ്. മൂന്നാമത്തേൽ ദ്വാദ് എന്നാണ്. പിന്നത്തേൽ ഖാഫ് എന്നാണ്. പിന്നെ താഴെ വന്നാൽ കണ്ടോ, 1, 2, 3, 4, അഞ്ചാമത്തതിൽ ഫ ഉണ്ട്. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾ വായിച്ച് കേൾപ്പിക്കുക. ഹർക്കത്തിടാതെയാണ്. അപ്പോൾ ഇവിടെ ഹാ ഹീ എന്നൊന്നും വായിക്കരുത്. ലാ എന്ന് തന്നെ പറയണം. ലാ ലീ ലു എന്നൊന്നും പറയരുത്. അടുത്തത് ദ്വാദ് എന്ന് തന്നെ വായിക്കണം. ഖാഫ് അതിന് ഹർക്കത്ത് കൊടുക്കാതെ വായിക്കണം. അവിടെ ഹർക്കത്തില്ലാത്തതുകൊണ്ട് ഹർക്കത്തില്ലാതെ വായിക്കണം. ഫ എന്ന് തന്നെ വായിക്കണം. അതിന് ഹർക്കത്തിട്ട് ഫ ഫീ ഫു എന്നൊന്നും വായിക്കരുത്. ഇനി ചേർത്ത് വായിക്കാം. ഒരക്ഷരം കൊടുത്തിട്ട് അതിൻ്റെ തൊട്ടുപ്പുറത്തേക്ക് 2 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? കൽബുൻ കത്തല. ഈ കാഫും ഈ 2 അക്ഷരം കൂടി കൂട്ടുക. അപ്പോൾ കൽബുൻ കത്തല. പിന്നുണ്ട് ദഹബുൻ ധനബുൻ. അടുത്ത് നോക്കും, ലൊമഉൻ ലഹിറുൻ. ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പക്ഷേ നമുക്ക് എന്തുണ്ടാവും? ഇതുപോലുള്ള ഒരു ചോദ്യ പേപ്പർ വരാൻ സാധ്യതയുണ്ട്, ചോദ്യങ്ങൾ. അതേ പ്രകാരം തന്നെ ഇനി വേറൊരു ചോദ്യപേപ്പർ, അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം. ഉടുമ്പിൻ്റെയും ഷലീഖിൻ്റെയും കലമിൻ്റെയും
കുതിരൻ്റെയൊക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇവയുടെ അറബിയിൽ പറയുന്ന പേര് പറയുക. എന്നിട്ട് ചിത്രം നോക്കി പേര് വായിച്ചിട്ട് ആ പേര് ഇവിടെ എഴുതി കൊടുക്കണം. നിങ്ങൾ ആദ്യം ഉസ്താദിന് വായിച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ എന്താക്കുക, കള്ളിയിൽ എഴുതുക. അപ്പോൾ നിങ്ങൾ പെൻസിൽ കൊണ്ടുവരണം, കളറ് കൊണ്ടുവരണം അല്ലേ. ഇനി നമുക്ക് വായിക്കാം, എഴുതാം. ഇത് വായിച്ച് എഴുതും. നമ്മളൊരു പാഠം അങ്ങനെ തന്നെ ഉണ്ട്. നോക്കൂ, മിഷ്കാത്തുൻ. ഇവിടെ മിഷ്കവാത്തുൻ എന്ന് വായിക്കരുത്, മിഷ്കാത്തുൻ പഠിച്ചതാണ് നമ്മൾ. ഇത് വായിച്ചിട്ട് മിഷ്കാത്തുൻ എന്ന് വായിച്ചിട്ട് ഫസ്റ്റ് കള്ളിയിൽ എഴുതി കൊടുക്കുക. രണ്ടാമത്തെ ഒനുക്കുൻ, ഒനുക്കുന്ന് വായിച്ചിട്ട് അത് അടുത്ത കള്ളിയിൽ എഴുതി കൊടുക്കുക. പിന്നെ ഹീത്താനുൻ, ഹീത്താനുൻ എന്ന് വായിച്ച് കൊടുക്കുക. ഈ പദങ്ങൾ തന്നെ ആയിക്കോളല്ല, വേറെ പദം ഉണ്ടാവും, അപ്പോൾ നമ്മൾ പഠിക്കണം. നുറൂഉൻ, അപ്പോൾ നുറൂടെ എഴുതിയിട്ട്. പിന്നെ ജുർജുൻ, ദുന്തിഖാമിൻ, ഇങ്ങനെ ഈ രണ്ട് പദങ്ങൾ ജുർജുൻ ദുന്തിഖ, അത് വായിച്ച് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ എന്താക്കണം, നോട്ട് പുസ്തകത്തിലേക്ക് ഇങ്ങനെ ഒരു പേജ് ഇത് മൊബൈലിൽ നോക്കിയിട്ട് നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉഷാറായിട്ട് വിജയിക്കും കേട്ടോ. ഇനി നമ്മൾ ലാപ്ടോപ്പിൽ ഇവിടെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ലാപ്ടോപ്പിൽ നോക്കിയിട്ട് നിങ്ങൾ എന്താക്കണം, ഇവിടെ കൊടുത്ത വിട്ടുപോയ അക്ഷരം ഇവിടെ എഴുതി കൊടുക്കണം. ഇവിടെ ആ ഡാഷ് ഫറു എന്നുണ്ട്. അതിന് ഇതിൽ നിന്ന് നമുക്ക് ഏതെടുക്കുക, അതേപോലെ ഷ ഡാഷ് ബാനു എന്നുണ്ട്. അടുത്തതിലുണ്ട് വാ ഡാഷ് തെരിബ് എന്നുണ്ട്. പിന്നെ കുലില്ല ഡാഷ് മ, പിന്നെ ഉണ്ട് ത്വാസി, പിന്നെ ഉണ്ട് ദ്വ ഡാഷ് അ. അപ്പം ഇതിൽ അൽഫറു അല്ലേ, അൽഫറു. ഈ വരിയിലെ ലാപ്ടോപ്പിലെ ആദ്യ വരിയിലെ അവസാന അക്ഷരം അൽഫറു. അടുത്തതിൽ ഷ എന്നെടുത്തിട്ട് ഈ ലാപ്ടോപ്പിലെ രണ്ടാം വരിയിലെ ആദ്യ അക്ഷരം ഷഅബാനു, ഷഅബാനു. പിന്നെ അടുത്തതിൽ വദ്ത്വരിബ്, വദ്ത്വരിബ് അല്ലേ. പിന്നെ കുലില്ല ഹുമ്മ എന്നാണ്, ഹു എടുത്തിട്ട് ഇവിടെ എഴുതി കൊടുക്കുക, ഹുമ്മ ലാപ്ടോപ്പിൽ കൊടുത്തിട്ട്. അടുത്ത ത്വാസി മീം, എന്താ കണ്ടില്ലേ, ഈ മീമിനെടുത്ത് ലാപ്ടോപ്പിൽ ആദ്യ വരിയിൽ ആദ്യത്തെ അക്ഷരം എത്തി കൊടുക്കുക. പിന്നെ അല്ലേ, അപ്പോൾ അക്ഫർ നമ്മൾ എഴുതി, ആദ്യം തന്നെ അക്ഫർ എഴുതി. പിന്നെ ഷഅബാൻ എഴുതി, അതുപോലെ വദുത്തരീബ് എഴുതി, കുലില്ലാഹും എഴുതി, ത്വാസീമീൻ എഴുതി, അല്ലാഹ് എന്നെഴുതി. അങ്ങനെ ഇതുപോലെ ഒരു മോഡൽ ചോദ്യപേപ്പർ ആണിത്. ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാഠപുസ്തകം നല്ലപോലെ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് എളുപ്പത്തിൽ വിജയിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.